ഇലഞ്ഞി വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സംഘടിപ്പിച്ച പ്രയാഗ 2026 ബിരുദദാന ചടങ്ങ് പ്രൗഢഗംഭീരമായ അന്തരീക്ഷത്തിൽ നടന്നു. വിസാറ്റ് ക്യാമ്പസിൽ വെച്ചു നടന്ന ചടങ്ങ് മന്ത്രി റോജി എം ജോൺ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് വിസാറ്റ് കൈവരിച്ച നേട്ടങ്ങളെയും വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനത്തെയും മന്ത്രി അഭിനന്ദിച്ചു. വിദ്യാഭ്യാസം തൊഴിൽ നേടുന്നതിനുള്ള ഉപാധി മാത്രമല്ല, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം തിരിച്ചറിയുന്നതിനുള്ള മാർഗവുമാണെന്ന് പറഞ്ഞു. അറിവിനൊപ്പം മൂല്യങ്ങളും ആർജിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുന്ന നല്ല പൗരന്മാരായി വളരേണ്ടത് യുവതലമുറയുടെ കടമയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സമൂഹത്തോടും പരിസ്ഥിതിയോടും സഹജീവികളോടും പ്രതിബദ്ധത പുലർത്തുന്ന തലമുറയെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും തിളക്കമാർന്ന, നിങ്ങൾ എന്നും ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതാനും വർഷങ്ങളാണ് ഇവിടെ കടന്നുപോയത്. യു വിൽ നെവർ ഗെറ്റ് ദിസ് ബാക്ക്. റിമെമ്പർ ദാറ്റ്. ഇഫ് ഗിവൺ എ ചോയ്സ്, ഒരു വരം കിട്ടിയാൽ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയാൽ, ഐ വുഡ് ഓൾവേസ് സേ എനിക്ക് എൻ്റെ കോളേജ് കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകണമെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്രയും മറക്കാനാവാത്ത അനുഭവങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ കോളേജിൽ 3-4 വർഷക്കാലം നിങ്ങൾ അത്ര മനോഹരമായി ജീവിതത്തിൽ എന്നും ഓർത്തു വയ്ക്കാൻ സാധിക്കുന്ന തരത്തിൽ നല്ല അനുഭവങ്ങളുമായി നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുന്നു എന്നതിൽ വളരെയധികം സന്തോഷമാണ്. നിങ്ങൾ ഇന്ന് ഇവിടെ കാണുന്ന തരത്തിൽ ഈ ഒരു കോൺവക്കേഷൻ സെറമണി, ഗ്രാജുവേഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ഈ സ്ഥാപനത്തിന്റെ വലിയൊരു എഫേർട്ടുണ്ട്. അവരുടെ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും ഒക്കെ ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും പരിശ്രമവുമുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹാർഡ് വർക്കുണ്ട്. നിങ്ങളൊരു കാര്യം, ഇതിനുശേഷം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വലിയ മത്സരങ്ങളുള്ള ഒരു ലോകത്തേക്കാണ്. Remember, this is a very competitive world. Wherever you go, you'll have to encounter that competition. You'll have to face those competition. ആ കോമ്പറ്റീഷനൊക്കെ ഉള്ള ലോകത്തിൽ അതിനെ അതിജീവിക്കുവാനായിട്ട്, അതിനെ തരണം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഇതൊരു അവസാനമാണ്. ജീവിതത്തിൽ നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞു, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രധാന ഘട്ടം കഴിഞ്ഞു, നമ്മൾ ഫ്രീ ആയി, നമുക്ക് റിലീഫായി എന്ന് വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി വരാൻ പോകുന്ന ലോകം നമ്മൾ ഇത്രയും കാലം നേരിട്ടതിനേക്കാൾ കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ലോകത്തിലേക്കാണ് നിങ്ങൾ കടക്കാൻ പോകുന്നത്. ആസ് ഹി സെഡ്, യു ആർ ഗോണ ഫേസ് ദ റിയാലിറ്റി ഓഫ് ലൈഫ്. അങ്ങനെ ജീവിതത്തിൽ ആ റിയാലിറ്റി ഫേസ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് പരാജയങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം, തിരിച്ചടികൾ ഉണ്ടായേക്കാം. ഡോണ്ട് വറി. ജീവിതത്തിൽ എന്നും എപ്പോഴും എല്ലാവരും വിജയിച്ചവരായിരിക്കണമെന്നില്ല. ജീവിതത്തിൽ പരാജയപ്പെട്ട നിരവധി ആളുകളുമുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. പുസ്തകങ്ങൾ അറിവിന്റെ ഉറവിടം മാത്രമല്ല, വ്യക്തിത്വ വികസനത്തിനും വിമർശനാത്മക ചിന്താശൈലി വളർത്തുന്നതിനും സഹായിക്കുന്നവയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ യുഗത്തിലും വായനയുടെ പ്രസക്തി വർദ്ധിച്ചുവരികയാണെന്നും ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മനോഭാവം യുവതലമുറയിൽ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ നമ്മൾ എന്നും വായിച്ചുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. ലേണിംഗ് ഇസ് എൻ എൻഡ്ലെസ് പ്രോസസ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ലവണ്ണം ഇനിയും പഠിക്കണം. സപ്പോസ് ഇഫ് യു ഗെറ്റ് ഇൻ എ കമ്പനി, യു വാണ്ട് ടു ബിക്കം എ ലീഡർ ഇൻ ദ കമ്പനി, dear friends, dear students, you have to work extremely hard. This is my first advice. My second advice to all of you is, I would say, read 1,000 times. നല്ലവണ്ണം വായിക്കണം. വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ രാജു കുര്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ കോഴ്സുകളിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും വിജയകരമായി പൂർത്തിയാക്കിയ 147 വിദ്യാർത്ഥികൾക്കാണ് ചടങ്ങിൽ വെച്ച് ബിരുദ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്.
കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ റെജി ജോൺ, പിറവം മുനിസിപ്പൽ ചെയർപേഴ്സൺ KR പ്രദീപ് കുമാർ, ഇലഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് KG ഷിബു എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ബിരുദം നേടിയ വിദ്യാർത്ഥികളുടെ മികച്ച നേട്ടങ്ങളെ അഭിനന്ദിച്ച വിശിഷ്ടാതിഥികൾ അവരുടെ ഉജ്ജ്വലമായ ഭാവിക്ക് ആശംസകൾ നേരുകയും ചെയ്തു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ജീവനക്കാർ, രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖ പൊതുപ്രവർത്തകർ എന്നിവരുടെ വൻ സാന്നിധ്യം കൊണ്ട് ചടങ്ങ് ഏറെ ശ്രദ്ധേയമായി മാറി. വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ മാതാപിതാക്കളും അധ്യാപകരും ചേർന്ന് ആഘോഷമാക്കിയ ചടങ്ങ് സ്നേഹവിരുന്നോടെയാണ് സമാപിച്ചത്. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ. അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണേലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. ഷുവർ സർ. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ. പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെന്റർ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു.